ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബന്ന് നിറച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെക്കുക. ചൂടായി വരുന്ന സമയത്ത് അതിൻ്റേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, അതുപോലെ തന്നെ മീഡിയം സൈസിൽ 3 ഉള്ളിയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുന്നതാണ്, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. ഇതും കുറച്ചും കൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ സമയം ആകുമ്പോഴത്തേക്ക് നമ്മളെ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് ഒരല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങിയെടുക്കാം. നമ്മളെ മസാല റെഡിയായി, അതുപോലെ തന്നെ മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ബന്നെടുത്തിട്ട് കത്തി കൊണ്ട് അതിൻ്റെ മുൻവശം ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള മാവ് നമുക്ക് കുറച്ച് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് മസാല ആദ്യം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. ഒരു കഷ്ണമാണ് നമുക്ക് ഒരു ബന്നിലേക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം വീണ്ടും 1 സ്പൂൺ മസാലയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി വരുന്ന മസാലയില്ലേ, അതായത് ബന്നിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം നമ്മൾ കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുൻവശം അടിച്ചു കൊടുത്താൽ നമ്മളെ ബന്നി ഇതുപോലെയാണ് നിറച്ചെടുക്കേണ്ടത്. ഇതുപോലെ മുഴുവൻ ബന്നും നമുക്ക് നിറച്ചെടുക്കാം. നമ്മൾ മുഴുവൻ ബന്നും ഇതുപോലെ തന്നെ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കല്ലുമ്മലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു പാൻ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് RKG ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ബന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. 2 സൈഡും കുറച്ച് 1 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഷാലോ ഫ്രൈ മാത്രം മതി, കാരണം നമ്മളിതെല്ലാം വേവിച്ചെടുത്ത സാധനം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലത്. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ചെയ്യുന്നത്. അതുപോലെ ഈ RKGൻ്റെ ടേസ്റ്റ് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ബൻ തന്നെയാണിത്. രണ്ട് വശവും കുറച്ച് ഓരോ മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മളെ മഞ്ഞ നിറച്ച ഇവിടെ റെഡി. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ഷാനീസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.